ഹലോയിന്റെ അല്ലേ? വല്ലതും അറിയോ? നാളെയാണോടാ ഹലോയിന്റെ? ബ്രോ, നാളെയാണ് ഹലോയിന്റെ. പക്ഷെ ഇന്ന് രാത്രിയാണ് നമ്മളെ ഒരുപാട് പ്രേതഭൂതങ്ങൾ കാണാൻ വരുന്നത്. എന്തോന്ന് പ്രേതങ്ങളാ? എടാ ഇന്ന് രാത്രിയാ? എടാ പോടാ ചുമ്മാ, അതൊക്കെ വെറുതെ പറയുന്നയാ. നിങ്ങക്ക് ഇതൊക്കെ വിശ്വസിച്ച് നടന്നു. എടാ ബ്രോ, എനിക്കൊരു സംഭവം അറിയോ? ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയിൽ പ്രേതങ്ങൾ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഓ പിന്നെ എടാ, നിനക്ക് അറിയാനില്ല? എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള തൊമ്മൻചേട്ടൻ കഴിഞ്ഞ ഹലോവിന്റെ ഒക്കെ എന്തോ കണ്ട് പേടിച്ച് മരിച്ചത്. എടാ ബ്രോ, ഈ ക്രിസ്മസിനൊക്കെ അപ്പൂപ്പൻ കിട്ടി വരാറില്ലേ? അതുപോലെ തന്നെ ഈ ഹലോവിന്റെ ഒക്കെ പ്രേതങ്ങളാണ് നമ്മളെ കാണാൻ വരിക. രാത്രി ആകുമ്പോ നമ്മൾ ഉറങ്ങുമ്പോഴാണ് വരുന്നതെന്ന് എല്ലാരും പറയാറ്. എടബ്രോ, പിന്നെ അത് മാത്രല്ല, നല്ല പ്രേതങ്ങളാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫുഡൊക്കെ കൊണ്ടുതരും, കേക്കൊക്കെ കൊണ്ടുതരുന്ന പറയുന്നത് കേട്ടിട്ടില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഗിഫ്റ്റ് കൊണ്ടുതരുന്ന പറയാറ്. പക്ഷെ അവരെ കാണാൻ വേണ്ടി വികൃതമായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിച്ച് പേടിപ്പനി വരും. പിന്നെ എന്ത് ഗിഫ്റ്റ് കിട്ടിട്ട് എന്ത് കാര്യം? എടബ്രോ, ഇനിയിപ്പോ എന്താ ചെയ്യും? എന്തെങ്കിലും ഒരു മാർഗുണ്ടോ അവര് വരാതിരിക്കാൻ വേണ്ടിട്ട്? ഇല്ലടബ്രോ, അതിന് പ്രത്യേകിച്ച് ഒരു മാർഗമില്ല. അവരെന്തായാലും വന്നു തന്നെ ആവണം. അതാണ് ഹലോയിന്റെ പ്രത്യേകത. ഈ ഹലോയിന്റെ കണ്ടുവെച്ച് ആരാണോ എന്തോ. രാത്രിയാകുമ്പോ നീ ആകാശത്തേക്കൊക്കെ ഒന്ന് നോക്കിയാ മതി. എന്തൊക്കെയോ പോകുന്നത് കാണാം. ഒരുപാട് കടവാതിലുകളൊക്കെ ഇങ്ങനെ പറക്കുന്നത് കാണാം. അപ്പൊ മനസ്സിലായിക്കോ പ്രേതങ്ങൾ വന്നു തുടങ്ങിയെന്ന്. പിന്നെ അത് മാത്രമല്ല, പല രീതിയിലുള്ള ശബ്ദങ്ങളും കേൾക്കാൻ തുടങ്ങും. അപാര അറിവ് തന്നെ. ഇതൊക്കെ ആര് പറഞ്ഞതാണ്? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞതിന്റെ ആവശ്യമുണ്ടോ? ഇതൊക്കെ നമുക്ക് മനസ്സിലായിക്കൂടെ? എത്ര ഹലോവിന്റെ ഒക്കെ കഴിഞ്ഞതാ. എന്റെ വീട്ടില് കഴിഞ്ഞ ഹലോവിന്റെ ഒക്കെ 2-3 പ്രേതങ്ങൾ വന്ന് 5 കേക്ക് വാങ്ങി തന്നിട്ടാ പോയത്. എന്നിട്ട് 5 കേക്കൊക്കെ ഇല്ലേ, ഞാനതിന് 2 തിന്നു. ബാക്കി ഒന്ന് വീട്ടുകാരിൽ തിന്നു. എന്നിട്ടുള്ള ബാക്കിയുള്ള കേക്ക് ഞാൻ അപ്പുറത്തെ തൊമ്മൻചേട്ടന് കൊടുക്കുക ചെയ്തത്. എടബ്രോ, നീയല്ല പറഞ്ഞേ നിന്റെ അപ്പുറത്തുള്ള തൊമ്മൻചേട്ടൻ കഴിഞ്ഞ ഹലോവിന്റെ ഒക്കെ എന്തോ കണ്ട് പേടിച്ച് മരിച്ചു പോയെന്ന്? അത് തൊമ്മനല്ല, അത് ബൊമ്മൻ. ഇത് തൊമ്മൻ. ഓക്കെ ഇപ്പൊ ശരിയായി. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചേനെ നീ കള്ളം പറഞ്ഞാണെന്ന്. എടബ്രോ, കൊറേ സമയമായില്ലേ? നമുക്ക് ഏതായാലും വീട്ടിലേക്ക് പോവാം. നല്ല രീതിയിൽ ഇരുട്ടാവാൻ തുടങ്ങി. ഓക്കെ നല്ല വൃത്തിഹീനമായി പാടിയിട്ടുണ്ടല്ലോ. എന്ത് ചെയ്യാനാ, ബ്രോ, ഹലോന്റെ ഒക്കെ അല്ലേ? എന്തെങ്കിലും കേക്ക് എങ്ങനെ കിട്ടിയെങ്കിൽ എന്നും കൂടെ വിളിക്കണം കേട്ടോ. ക്ലാപ്പൻ, അത് ഞാൻ മറന്നതായിരുന്നു. വീണ്ടും ഓർമ്മിപ്പിച്ചു. ബ്രോ, നീ പറയുന്നത് സത്യം തന്നെയാണോ? പിന്നല്ലാതെ. ബ്രോ, എന്നാ പിന്നെ ശരി കേട്ടോ, നാളെ കാണാം. ബ്രോ, പിന്നൊരു കാര്യം കേട്ടോ, ഹലോന്റെ ആണേ. പ്രേതങ്ങൾ എന്തായാലും വരും. വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളെ മൈൻഡ് ചെയ്യാൻ പാടില്ല. മൈൻഡ് ചെയ്താൽ എന്റെ തൊമ്മൻചേട്ടന്റെ അവസ്ഥയായിരിക്കും നിനക്കും. ഇവനെ കൊണ്ട് വേണമെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം. എനിക്ക് കുറച്ച് ധൈര്യം ആവുമല്ലോ. അത് വേണ്ടടാ, എന്നാ പിന്നെ ഞാൻ പോവാൻ. ശരി കേട്ടോ, വീട്ടിലമ്മ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. വീട്ടിലാണ് ഞാൻ ഒറ്റക്കാണല്ലോ. അതൊക്കെ അവൻ വെറുതെ പറഞ്ഞതായിരിക്കും. നേരെ ഒരുപാട് ഇരുട്ടി. വേഗം വീട്ടിലേക്ക് പോട്ടെ. 8:01 PM. എല്ലാവർക്കും നമസ്കാരം. നാളെയാണ് ഹലോവിന്റെ. അത് പ്രമാണിച്ച് ഇന്ന് നമുക്ക് ആദ്യം തന്നെ ഒരു നല്ല പ്രേതപാട്ട് തന്നെ വെച്ച് ആരംഭിക്കാം. എവിടെ തിരിഞ്ഞാലും ഇതാണല്ലോ. എന്ത് ചെയ്യാനാ? ഞാനൊരാന. വിശന്നിട്ട് വയ്യ. എന്തായാലും പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. നല്ല വിശപ്പ്. A few minutes later. ഭക്ഷണം ഇറങ്ങുന്നില്ലല്ലോ. പേടിച്ചിട്ടാണെന്നാ തോന്നുന്നത്. വയറ് ശരിയില്ലാത്ത പോലെ. എന്തായാലും ഒന്ന് കക്കൂസ് പോയിട്ട് വരാം. വിചാരിച്ചതൊന്നും പോകുന്നില്ലല്ലോ. പേടിച്ചിട്ടാണെന്ന് തോന്നുന്നേ. എന്തായാലും റൂം പോയി കിടക്കാം. അവൻ വെറുതെ പറഞ്ഞാണെന്ന് തോന്നുന്നേ. സമയം ഇപ്പൊ 12 മണിയുടെ അടുത്തെങ്ങനായി. എന്നിട്ടും ഇതുവരെ ഞാൻ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇവിടെ. എന്തായാലും ഒരു കാര്യം ചെയ്യാം. റൂം ഫുള്ള് സേഫ് ആണെന്ന് നോക്കാം. ബെഡിന്റെ അടിയിലൊക്കെ ഒന്നുമില്ല. ഇപ്പുറത്തെ ബെഡ് നോക്കട്ടെ. ഇതിന്റെ അടിയിൽ ഒന്നും കാണുന്നില്ല. എന്തായാലും റൂം സേഫാ. ഇനി അങ്ങോട്ടേക്കൊന്നും പേടിക്കാനില്ലെന്നാ തോന്നുന്നേ. ഇപ്പോഴൊന്ന് ആശ്വാസമായത്. ഇനി എന്തായാലും പോയി സുഖമായി കിടന്നുറങ്ങാം. നല്ല ക്ഷീണമുണ്ട്. ഇനി എന്തായാലും ഉറങ്ങാൻ തോന്നുന്നു. അതെന്ത് ശബ്ദം കേട്ടത്? ഈശ്വര, ചതിച്ചോ? ഇതെവിടുന്നാ ശബ്ദം കേട്ടത്? പുറത്തുനിന്നാണോ? ഇനി നോക്കട്ടെ. ഫുള്ള് കടവാതിലുകളാണല്ലോ. എന്തായാലും ഞാൻ പോയി ആ ശബ്ദം എന്താണെന്ന് നോക്കട്ടെ. ഈശ്വര, രക്ഷിക്കണേ. എന്തായിരിക്കും എന്തോ. അമ്മച്ചേ,
കടവാതിലുകള് എന്റെ കണ്ണു പോയാനെ. അതെന്താ? അവിടെ എന്തോ ഉണ്ടല്ലോ. എന്തായാലും എന്താണെന്ന് പോയി നോക്കട്ടെ. ആരാ? വിശ്വസിച്ച് ഇവനെന്ന് തട്ടിപ്പോയാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തൊമ്മൻചേട്ടനെ പിടിച്ചതുപോലെ ആവും. എന്നെ അടുത്ത ആളെ പറ്റിക്കാം. ആരെ